ആഞ്ജനേയ നമ. MSV4 ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം. ഞാൻ MS വിനീത്. നിങ്ങൾക്ക് എൻ്റെ ചാനൽ, എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തീർച്ചയായും രേഖപ്പെടുത്തണം. ബന്ധുമിത്രാദികളിലേക്ക് എൻ്റെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് അവർക്കൂടെ കൊടുക്കണം. ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഏഴര ശനി അതിനെക്കുറിച്ചാണ്. അതിൻ്റെ ദോഷം, അത് ഓരോരുത്തരുടെ ജീവിതത്തിൽ അതെങ്ങനെയാണ് അതിൻ്റെ കാഠിന്യം വരുന്നത്, അതിൻ്റെ ഏഴര ശനിയെക്കുറിച്ചാണ് ഞാൻ പ്രതിപാദിക്കുന്നത്. രവിപുത്രനാണ് ശനി. ശനി വളരെ പതിയെ ഓരോ രാശികളിലൂടെയും കടന്നു പോകുന്ന ഒരു ഗ്രഹമാണ്. വളരെ ബലവാനായ ഒരു ഗ്രഹം കൂടിയാണ് ശനി. ഈ ശനി ഓരോ രാശികളിലൂടെ കടന്നു പോകുന്നു. ഇപ്പോൾ കുംഭം രാശിയിലാണ്. ഈ വരുന്ന 2025 മാർച്ച് 29 വരെ കുംഭം രാശിയിലാണ് ശനി നിൽക്കുന്നത്. അതിനുശേഷം മീനം രാശിയിലോട്ട് പോകും. അപ്പോൾ ഏഴര ശനി എന്താണ്? ഏഴര ശനി ഒരാളുടെ ജാതകത്തിൽ ചാരവശാൽ 12ാം ഭാവം, 1ാം ഭാവം, 2ാം ഭാവം, ഈ 3 ഭാവങ്ങളിലൂടെ ശനി കടന്നു പോകുന്ന തുടർച്ചയായ 2.5 വർഷം 3 രാശികളിലായി, അപ്പം 7.5 വർഷം അടുപ്പിച്ചുള്ള 7.5 വർഷക്കാലത്തിനെയാണ് ഏഴര ശനി എന്ന് പറയുന്നത്. എല്ലാവരുടെ ജാതകത്തിലും കുറഞ്ഞതൊരു 3 തവണയെങ്കിലും ഏഴര ശനി വരുന്നതാണ്. അപ്പോൾ ഈ ഏഴര ശനി വന്നു കഴിഞ്ഞാൽ ജീവിതത്തിൽ ഒരുപാട് നമുക്ക് മനക്ലേശങ്ങളുണ്ടാവും. ചെയ്യുന്നതെല്ലാം തടസ്സമായിരിക്കും. ജോലി സംബന്ധമായി നമുക്ക് ഉയർച്ചയുണ്ടാവില്ല. വിദ്യാഭ്യാസപരമായി കുട്ടികൾക്ക് പഠിക്കാൻ ഉഴപ്പുന്നു. അതുപോലെ ജോലി അന്വേഷിക്കുന്നവർക്ക് ജോലി കിട്ടാനുള്ള നല്ല താമസം, ബുദ്ധിമുട്ടുകൾ വരുന്നുണ്ട്. അങ്ങനെയുള്ള ഒരുപാട് തടസ്സങ്ങൾ, പ്രായമുള്ള ആളുകൾക്ക് പെട്ടെന്ന് മരണം, അതുപോലെ പെട്ടെന്നുണ്ടാകുന്ന അപകടങ്ങൾ, ഇങ്ങനെയുള്ള കാരണങ്ങളെല്ലാം ഏഴര ശനിയുടെ കാഠിന്യം കൊണ്ടാണ് ഉണ്ടാകുന്നത്. ഏഴര ശനി പൂർണ്ണമായി നമുക്ക് തുടച്ചു നീക്കാൻ ഒക്കില്ല. അത് ആ ഒരു കാലയളവിൽ ഇതിൻ്റെ കാഠിന്യം കുറയ്ക്കാം എന്ന് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുകയുള്ളൂ. അതിന് ഏഴര ശനി, അതിന് ശനിദേവനെ നമ്മൾ പ്രീതിപ്പെടുത്തുകയാണ് വേണ്ടത്. ശനി മന്ത്രങ്ങൾ ജപിക്കുന്നത്, സ്ഥിരമായി ജപിക്കുന്നത് വളരെ ഉത്തമമാണ്. നീലാഞ്ജന സമാഭാസം രവിപുത്രം യമാഗ്രജം ഛായ മാർത്താണ്ഡ സംഭൂതം തം നമാമി ശനീശ്വരം. അങ്ങനെ ശനി മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെയധികം ശ്രേഷ്ഠമാണ്. ഇപ്പോൾ കുംഭരാശി, ഈ 2025 മാർച്ച് വരെ കുംഭരാശിയിൽ ശനി, ഏഴര ശനി തീരുന്ന നക്ഷത്രക്കാർ ഉത്രാടം, തിരുവോണം, അവിട്ടം, ഈ നക്ഷത്രക്കാർക്ക് ഈ കാലയളവിൽ ശനി, ഏഴര ശനി കഴിയുന്ന കാലയളവിൽ ശനിയുടെ അനുഗ്രഹം ലഭിക്കുന്നതാണ്. അവർക്ക് ജീവിതത്തിൽ ഇത്രയും നാൾ അനുഭവിച്ചതിൻ്റെ ക്ലേശങ്ങളെല്ലാം മാറി ഐശ്വര്യം വന്നു ചേരുന്നതാണ്. അതുപോലെ തന്നെ മീനം രാശിയിലോട്ട് ശനി പ്രവേശിക്കുകയാണ്. അപ്പോൾ നക്ഷത്രക്കാരായ പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രം, അതുപോലെ അശ്വതി, ഭരണി, കാർത്തികയുടെ കാൽഭാഗം, അവിട്ടം, ചതയം, ഈ നക്ഷത്രക്കാർ പ്രത്യേകം സൂക്ഷിക്കണം. കാരണം അവർക്ക് ഏഴര ശനിയുടെ കാഠിന്യം കൂടി വരാൻ പോകുന്ന, പ്രത്യേകിച്ച് അശ്വതി, ഭരണി, കാർത്തിക കാൽഭാഗം, ഇവർക്കെല്ലാം ഏഴര ശനി ഇനി തുടങ്ങാൻ പോകുന്ന ഒരു അവസ്ഥ കൂടിയാണിപ്പോൾ. അവർക്കെല്ലാം അനാവശ്യമായുള്ള ചെലവുകൾ വർദ്ധിക്കുന്നു. ചെലവുകൾ വർദ്ധിച്ചു വരുന്നു. അവരുടെ കൺട്രോളിൽ കിട്ടാത്ത രീതിയിൽ ചെലവുകൾ വർദ്ധിക്കുന്നു. കാർത്തിക നക്ഷത്രക്കാർ നിലവിൽ കാഠിന്യം അത്രയും ഉണ്ടാവില്ല, കാരണം കാൽഭാഗം. പക്ഷേ
2 വർഷത്തിന് ശേഷം കാഠിന്യം കൂടി വരുന്ന ഒരു അവസ്ഥയാണ്. ജോലി സംബന്ധമായ നല്ല ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയും കൂടിയാണ് ഇനി വരാൻ പോകുന്നത്. അതുകൊണ്ട് ശനി പ്രീതി അത്യാവശ്യമായി ചെയ്യേണ്ട ഒരു കാര്യമാണ്. ശനി പ്രീതി, 7.5 ശനിയെ ഒരു പരിധിവരെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഞാൻ നേരത്തെ പറഞ്ഞ മന്ത്രം അത് ജപിക്കാവുന്നതാണ്. അതുപോലെ നവഗ്രഹ പ്രാർത്ഥന, ശനി പൂജകൾ, ഇതെല്ലാം നമുക്ക് ചെയ്യാവുന്നതാണ്. ശാസ്താ ക്ഷേത്രത്തിൽ നീരാഞ്ജനം, ശനിയാഴ്ച ദിവസം നീരാഞ്ജനം നടത്താവുന്നതാണ്. അതുപോലെ ശബരിമല ദർശനം വളരെ ഉചിതമാണ്. ശിവ പ്രാർത്ഥന നല്ലതാണ്. ശനിയുടെ വാഹനമായ കാക്കയ്ക്ക് ഭക്ഷണം കൊടുക്കുന്നതും നല്ല കാര്യം തന്നെയാണ്. 7.5 ശനിയുള്ളവർ ശനിയാഴ്ച ദിവസം കറുത്ത വസ്ത്രം ധരിക്കാം. അതുപോലെ ശനിദോഷത്തെയും രാഹുദോഷത്തെയും ഒരുപോലെ നിയന്ത്രിക്കാൻ കഴിവുള്ളത് ശ്രീ ഹനുമാൻ സ്വാമിക്ക് മാത്രം. ഹനുമാൻ സ്വാമിയുടെ മുന്നിലാണ് ഈ രാഹുവും ശനിയും തോറ്റിട്ടുള്ളത്. അതുകൊണ്ട് ചൊവ്വ ശനി ദിവസങ്ങളിൽ ഹനുമാൻ സ്വാമിയുടെ അമ്പലത്തിൽ പോവുക, അല്ലെങ്കിൽ ഹനുമാൻ സ്വാമിയെ സ്ഥിരമായി പ്രാർത്ഥിക്കുക. ഇവയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമ്മൾക്ക് 7.5 ശനിദോഷം, അത് മാത്രമല്ല ശനിദോഷം മൊത്തത്തിൽ കണ്ടകശനി, അഷ്ടമശനി ദോഷം, രാഹുദോഷം വരെ നമുക്ക് നിയന്ത്രിച്ച് നിർത്താവുന്നതാണ്. കാഠിന്യം നല്ല രീതിയിൽ കുറയ്ക്കാവുന്നതാണ്. ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ വടമാല സമർപ്പിക്കാവുന്നതാണ്. എള്ളെണ്ണയിൽ ഉണ്ടാക്കിയ വട സമർപ്പിക്കാവുന്നതാണ്. അതുപോലെ ഹനുമാൻ സ്വാമി യന്ത്രം, തകിട് ധരിക്കാവുന്നതാണ്. ഇവയൊക്കെ ചെയ്താൽ ശനിദോഷം നിയന്ത്രിക്കാവുന്നതാണ്. എന്നിരുന്നാലും നേരത്തെ പറഞ്ഞ പോലെ ശനി നമുക്ക് ഇത്രയും ദോഷങ്ങൾ ചെയ്യുമെങ്കിലും അത് ദോഷം മാറി ശനി, 7.5 ശനി, അതുപോലെ കണ്ടകശനിയൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് ഐശ്വര്യം ശനി പ്രസാദിച്ചിട്ടേ പോവുകയുള്ളൂ. ആ സമയത്ത് നമുക്ക് ആ ദോഷങ്ങൾ മാറുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും ആ ഐശ്വര്യം, ആ ഒരു കടാക്ഷം നമുക്ക് കിട്ടുന്നതാണ്. അതുപോലെ ശനിയുടെ ദശാസമയങ്ങളിൽ, ദശാപഹാരം, ശനി 19 വർഷക്കാലമാണ് ഒരാളുടെ ജീവിതത്തിൽ ഇത്രയും ദൈർഘ്യമായി നിൽക്കുന്നത്. ശനി ദശാകാലം, ആ സമയത്തൊക്കെ സൂക്ഷിക്കണം. നല്ല രീതിയിൽ പ്രാർത്ഥന അത്യാവശ്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ശനിദോഷത്തിൽ നിന്നൊക്കെ നമുക്ക് ഒരു പരിധിവരെ ജീവിതത്തിൽ ക്ലേശങ്ങൾ കുറയ്ക്കാവുന്നതാണ്. പ്രത്യേകിച്ച് ജോലി സംബന്ധമായ നല്ല തടസ്സങ്ങൾ നേരിടേണ്ടി വരും. ചിലപ്പോൾ ജോലി പോകാനുള്ള സാധ്യത വരെ ഈ ശനി കാണിക്കും. ശനിദോഷത്താൽ അങ്ങനെ സംഭവിക്കാം. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോകുമ്പോൾ, വണ്ടിയൊക്കെ ഓടിക്കുമ്പോൾ സൂക്ഷിച്ചൊക്കെ ഓടിക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ചില ജാതകർക്ക് ശനിയുടെ മൂലക്ഷേത്രമായ കുംഭം, അതുപോലെ സ്വക്ഷേത്രങ്ങളായ മകരം, കുംഭം രാശികളിൽ നല്ല സ്ഥാനത്ത് നിൽക്കുന്ന ശനി എപ്പോഴും നമുക്ക് അനുഗ്രഹം തരുന്നതാണ്. അത് ജാതകത്തിൽ സ്ഥാനം എവിടെ, ഏത് രാശിയിലാണ് നിൽക്കുന്നതൊക്കെ നോക്കി പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ ശനിയുടെ ഐശ്വര്യം ചില ജാതകക്കാർക്ക് കിട്ടുന്നതാണ്. പക്ഷേ പ്രത്യേകിച്ച് 7.5 ശനി, കണ്ടകശനി, അഷ്ടമശനി, ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഈ 7.5 ശനിയുടെ പ്രാധാന്യമല്ല, 7.5 ശനിയുടെ ആ ഒരു ഇൻറ്റൻസ്, ആ ഒരു നെഗറ്റീവ് ഇത് ആണ് ഞാൻ പറഞ്ഞത്. അത്രയും സൂക്ഷിക്കേണ്ട ഒരു സമയമാണ്, അത്രയും ശനി പ്രീതി നേടേണ്ട ഒരു സമയമാണ് 7.5 ശനി കാലം. അപ്പോൾ ശനി മാറ്റം ഉടനെ വരുന്നു. 2025 മാർച്ച് 29 ആണെന്ന് തോന്നുന്നു. അതെ, 29. അതോടുകൂടി ശനി മാറ്റം ഉണ്ടാകുന്നു.
ബാക്കി ഞാൻ നേരത്തെ പറഞ്ഞ നക്ഷത്രക്കാർക്ക് അങ്ങോട്ട് വരികയാണ് 7.5 ശനി. അപ്പോൾ ശനി പ്രീതി നേടിക്കോളൂ. ദോഷങ്ങളെല്ലാം ഒരു പരിധിവരെ നിയന്ത്രിച്ച് ജീവിതത്തിൽ ക്ലേശങ്ങളില്ലാതെ മനസ്സമാധാനമായി പോകാൻ കഴിയും. ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എൻ്റെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചിരുന്നത്. എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നമസ്കാരം.